പ്രിയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. 2026 ഒരു PSCയുടെ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ തമ്പനയിൽ നമ്മൾ കണ്ടതുപോലെ വളരെ സീരിയസ് ആയി കുറച്ച് നേരം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങളോട് ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ്. നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്? ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഈ ജോലി? ഒരു ജോലി കിട്ടിയാൽ എന്താ ഗുണം? ജോലി കിട്ടാതെ ജീവിക്കാൻ കഴിയില്ലേ? സർക്കാർ ജോലി കിട്ടാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. സർക്കാർ ജോലി കിട്ടാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ സർക്കാർ ജോലിക്ക് അതിൻ്റേതായൊരു പ്രിവിലേജ് ഉണ്ട്, അതിൻ്റേതായൊരു വാല്യൂ ഉണ്ട്, അതിൻ്റേതായൊരു സ്റ്റാറ്റസ് ഉണ്ട്, അതിന് ജനങ്ങൾ നൽകുന്നൊരു മൂല്യമുണ്ട്. കൃത്യമായി എല്ലാ മാസങ്ങളിലും 31-ാം തീയതി 1-ാം തീയതി നമുക്ക് ശമ്പളം കിട്ടും എന്നതാണ് മറ്റൊരു പ്രത്യേകത. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാവും. ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കുണ്ടാകുന്ന ഒരു അടുക്കും ചിട്ടയും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമുക്ക് സ്വന്തമായി കുറച്ച് കാശെടുത്ത് കൈകാര്യം ചെയ്യാവുന്ന തരത്തിലേക്ക് നമ്മൾ മാറും. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇങ്ങനെ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ താൽക്കാലികമെങ്കിലും നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമല്ലോ. നിങ്ങൾ സ്വപ്നം കണ്ടു നോക്കണം. നിങ്ങൾ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതിയെടുത്ത് ഡിഗ്രി ലെവൽ ഒരു തസ്തികയിലിരിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളോട് മറ്റുള്ളവർക്കുള്ള കാഴ്ചപ്പാടിൽ, സമീപനത്തിലെല്ലാം ഒരുപാട് വ്യത്യാസം നമുക്ക് അനുഭവിക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അത് മാത്രമല്ല, അത്യാവശ്യ ശമ്പളം ഇന്ന് ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഓരോ 3 വർഷം കൂടുമ്പോഴൊക്കെ അല്ലെങ്കിൽ വാർഷികാനുപാതികമായി നമുക്ക് ശമ്പളത്തിനകത്തൊരു ഇൻക്രിമെൻറ്റും വരുന്നുണ്ട്. ശമ്പളമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിനേക്കാളുപരി നമുക്ക് നമ്മുടെ കൂടെയുള്ള ജനങ്ങളോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അവരെ സേവിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ ഇതിനേക്കാളെല്ലാം ഉപരി? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് കൊടുക്കേണ്ട എഫേർട്ട് എന്ന് പറയുന്നത് ചെറുതാണ്, വളരെ ചെറുതാണ്. ഇന്ന് നമുക്ക് മുന്നിലേക്ക് 2026 PSC നടത്താൻ ഉദ്ദേശിക്കുന്ന, PSC വഴി ജോലി കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് തസ്തികകളിലേക്ക് പരീക്ഷകൾ നടക്കാൻ പോവുകയാണ്. ഒരു 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള നിങ്ങളെല്ലാവരും ഈ പരീക്ഷ എഴുതണം. എഴുതുക എന്നത് വെറുതെ പോയി കേവലം ഒന്ന് എഴുതി കളയുക എന്ന രീതി മാറ്റി നമുക്ക് ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് എഴുതണം. മത്സര പരീക്ഷകൾ എഴുതുമ്പോൾ ഒറ്റത്തവണ എഴുതി വിജയിക്കുന്നവർ വളരെ കുറവാണ്. 1%, 2% വരെ മാത്രമേ ഒറ്റത്തവണ എഴുതി ജയിക്കാറുള്ളൂ. ഓരോ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ എത്രയോ പരീക്ഷകൾ എഴുതി, ആ പരീക്ഷകളിലെല്ലാം നിങ്ങൾക്ക് എന്താണ്, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്? നിങ്ങൾക്ക് തെറ്റുപറ്റിയ സ്ഥലങ്ങളെല്ലാം നിങ്ങൾ തിരുത്തണം. അങ്ങനെ തിരുത്തി വേണം നമുക്ക് പരീക്ഷ എഴുതാൻ പോകാൻ. നിങ്ങൾ പരീക്ഷ എഴുതാൻ പോയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളിൽ ഒന്നാമത്തത്, നിങ്ങൾ ഇതുവരെയും സിലബസ് കംപ്ലീറ്റായി വായിച്ചിട്ട് പോയൊരു പരീക്ഷ എഴുതിയിട്ടില്ല എന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സിലബസ് പരിപൂർണമായും പഠിക്കണം. പരിപൂർണമായും പഠിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. ഒന്നാമത്തെ പോയിന്റ് സിലബസ് പരിപൂർണമായും പഠിക്കണമെന്നാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ റിവൈസ് ചെയ്യണം, റിവിഷൻ കൊടുക്കണം. പിന്നെ ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഒരു സിലബസ് പഠിച്ചു, ഉദാഹരണത്തിന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പഠിച്ചു ഇപ്പോൾ ഹാജാസ് ക്ലാസ്സസിലാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾക്കിവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്, ഹിസ്റ്ററിയുടെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് വിഭു സാറാണ്. എത്രയോ 1000 പേർക്ക്, 10,000-കണക്കിന് കുട്ടികൾക്ക് ഹിസ്റ്ററി ക്ലാസ്, ഇന്ന് നിലവിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഹിസ്റ്ററി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത ഒരു അധ്യാപകനാണ്. ആ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിൽ തോന്നുകയാണ്, ഇതിൻ്റെ അകത്ത് ഇനി പോയിന്റ് ഉണ്ടോ? ആർക്കും അറിഞ്ഞുകൂടാത്ത പോയിന്റുകൾ തിരക്കി പോയാലോ? ആർക്കും അറിഞ്ഞുകൂടാത്ത പോയിന്റ് PSCക്ക് പറഞ്ഞുകൂടാ. അപ്പം അത് തിരക്കി പോകണമെന്നിനാ? മാക്സിമം പെർഫെക്ഷൻ വേണം എന്ന് വിചാരിച്ചിട്ട് ആർക്കും അറിഞ്ഞുകൂടാത്ത, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉദ്യോഗാർത്ഥികൾക്കും പുസ്തകങ്ങളിലും ഒന്നും പ്രിന്റ് ചെയ്യാത്ത ഫാക്റ്റുകൾ തിരക്കി നമ്മൾ പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു മനസ്സിനകത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. അതായത് 3 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. 1, സിലബസ് പരിപൂർണമായും പഠിക്കണം. 2, പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി റിവൈസ് ചെയ്യണം. 3-ാമത്തെ പോയിന്റ്, പെർഫെക്ഷൻ എന്ന് പറയുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട. നിങ്ങൾ പെർഫെക്ഷൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ PSCക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത കുറേ പോയിന്റുകൾ കളക്ട് ചെയ്ത് പഠിക്കാൻ കഴിഞ്ഞു എന്നിരിക്കും. പക്ഷേ അത് PSCക്കും അറിയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവർക്കും അറിയാവുന്ന പോയിന്റുകൾ മാത്രമേ PSC ചോദിക്കത്തുള്ളൂ.
പറഞ്ഞ മനസ്സിലായോ? ആർക്കും അറിയാത്ത ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നിങ്ങളും എഴുതൂല, ആരും എഴുതൂല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ അങ്ങ് കളയുക, ബാക്കിയുള്ളതെല്ലാം പഠിക്കുക. അല്ലാതെ നിങ്ങൾ മാക്സിമം പെർഫെക്ഷൻ്റെ പുറകെ പോയാൽ നമ്മൾ വലിയ അപകടത്തിലേക്ക് പോകും എന്നത്. ഇനി പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പരിപാടി, എൻ്റെ ഹാജാസ് ക്ലാസ്സസിൻ്റെ ഒരു അനുഭവം സംബന്ധിച്ച് പറയണേ. ഏകദേശം ഒരു 3 വർഷമായി, 4 വർഷമായി നമ്മളൊരു ആപ്പ് തുടങ്ങിയിട്ട്. ഈ ആപ്പിനകത്തുനിന്ന് എല്ലാ കുട്ടികളും വിളിച്ച് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അത് സാറേ PYQ, എൻ്റെ പൊന്ന് പിള്ളേരെ, PYQ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ സംഭവം നിങ്ങൾ പഠിക്കണം. നിങ്ങൾ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഇപ്പോൾ നടക്കുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ നടക്കുന്ന പരീക്ഷകളുടെ, എന്താ പറഞ്ഞത്, 5 വർഷത്തിനുള്ളിൽ 2000 മുതൽ 2025 വരെ നടന്ന എല്ലാ പരീക്ഷകളുടെയും ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൻ്റെ എക്കും പുക്കും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ആ ചോദ്യം റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഫാക്റ്റുകളും പഠിക്കണം. ആരും മെനക്കെടില്ല. അത് ഭയങ്കര മെനക്കെടാ. എൻ്റെ പൊന്നു പിള്ളേരെ, ഞാനതിന് മെനക്കെട്ടിട്ടുണ്ട്. ഞാനത് മെനക്കെടാൻ തീരുമാനിച്ച് അങ്ങനെ ഒരു സെഷൻ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഹാജാസ് ക്ലാസ്സസിനകത്ത് PYQ സെഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ PYQ സെഷൻ റെഗുലറായി നിങ്ങൾ കാണണം. എല്ലാ ദിവസവും ഒരു PYQ സെഷൻ കാണണം. ഒരു അരമണിക്കൂർ വരുന്ന ഒരു PYQ. ആ PYQ സെഷൻ ഒരു ദിവസം കണ്ടിട്ട് അടുത്ത ദിവസത്തേക്ക് പോകുമ്പോൾ ആ കണ്ടതിൻ്റെ PDF നോട്ടൊന്ന് വായിക്കുകയോ അതിലൂടെ കണ്ണിങ്ങനെ ഓടിച്ചു പോവുകയോ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് എത്ര നേരം പഠിക്കണം? ഞാനൊരു കാര്യം പറയാലോ, നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മൾ എത്ര നേരം പഠിക്കുന്നു എന്നത്. ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ പഠിക്കുന്ന സമയം വേറൊരാളുടെ സമയത്തെ കോപ്പി ചെയ്താവരുത്. നിങ്ങൾക്ക് വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാവാം, വീട്ടിൽ മുതിർന്ന ആൾക്കാരുണ്ടാവാം. അവർക്കെല്ലാം പല കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം പോയിട്ട് ബാക്കി എത്ര സമയം കിട്ടും? ആ സമയം മുഴുവൻ പഠിക്കണം. അത്രയും സമയം പഠിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അടുത്തൊരു കാര്യം, അനാവശ്യമായ ക്ലാസ്സുകൾ കാണരുത്. അനാവശ്യമെന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായ വീക്ഷണമില്ലാത്ത ഒരു ക്ലാസ്, അത് ഓഫ്ലൈനായാലും ഓൺലൈനായാലും കണ്ട് സമയം കളയാൻ പോകരുത്. നിങ്ങൾക്ക് മൂല്യമുള്ള ക്ലാസ്സാണ്, അയാൾ എഡ്യൂക്കേറ്റഡ് ആണ്, അയാൾ അധ്യാപകനാണ്, ആ ക്ലാസ് നിങ്ങൾക്ക് കാണാം. അല്ലാത്ത ക്ലാസ്സുകൾ, വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അത് ഒഴിവാക്കുക. എന്നിട്ട് മാക്സിമം നമുക്ക് ഒരു അധ്യാപകനാണ് എന്ന് ബോധ്യമുള്ള ക്ലാസ്സുകളിലോട്ട് നമ്മൾ എത്തണം. കാരണം നമുക്ക് ജോലി വേണം. നമ്മൾ ആരുടെയും വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളല്ല. ഇനി മറ്റൊരു വിവരം, ഒരു 5ാമത്തെ 6ാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ പഠനത്തെ വേറെ ആരുമായിട്ടും കമ്പയർ ചെയ്യരുത്. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരെന്നറിയാമോ? എന്നെ തന്നെയാണ്. അപ്പം നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റണം. അതായത് സെൽഫ് ലവ് എന്ന് പറയാം. നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മൾ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യണ്ട. അയാളുമായിട്ട് എങ്ങനെ, ഇയാളുമായിട്ട് എങ്ങനെ, ഇതൊരു കമ്പാരിസണും വേണ്ട. ആവാം. എങ്ങനെയാണെന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ക്ലാസ് കൊണ്ടുപോകും, നമ്മൾ മറ്റൊരു ക്ലാസ്സിനേക്കാൾ ബെസ്റ്റ് ആകണം എന്ന രീതിയിലൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ നമ്മൾ പഠനത്തിൽ ഒരിക്കലും നമ്മൾ വെർസറ്റൈലായിട്ടുള്ള, ഈ ലോകത്ത് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. എന്നെപ്പോലെ, നിങ്ങളെപ്പോലെ ഒരാളേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നമ്മളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? നമ്മുടെ ഇമോഷണൽ ഇൻറ്റൻസിറ്റി അല്ല വേറൊരാൾക്കുള്ളത്, നമ്മുടെ ഇൻ്റലിജൻസ് അല്ല വേറൊരാൾക്കുള്ളത്, നമ്മുടെ ഒന്നുമല്ല വേറൊരാൾക്കുള്ളത്, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലും. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരാളെ മറ്റൊരാളായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യും? അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാധനം വേണ്ട നമുക്ക്. നമ്മൾ ഒരു വേഴ്സറ്റൈലാണ്, നമ്മൾ യുണീക്കാണ്, നമുക്ക് വേറൊരാളാവാൻ പറ്റൂല. നമ്മളാകണം. നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ആവണ്ട, നമുക്ക് അബ്ദുൽ കലാം ആവണ്ട. നമ്മളായാൽ മതി. നമ്മളിൽ നിന്നുകൊണ്ട് നമുക്ക് എത്രത്തോളം എത്തിച്ചേരാൻ കഴിയും അവിടെ നമ്മൾ എത്തണം. നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ആഗ്രഹിക്കണം. എല്ലാവരും, ലോകത്ത് ആരെല്ലാമാണോ പ്രശസ്തരായിട്ടുള്ളത്, ലോകത്ത് ആരെല്ലാമാണോ ആഗ്രഹങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്, അവരുടെ എല്ലാം പിന്നിലെന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പ്രവർത്തനമാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് 2026 നഷ്ടപ്പെടുത്തരുത്. 2026 ഞാൻ നിങ്ങളോട് തരുന്ന ആദ്യത്തെ ഉപദേശമാണ്. 2026 നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം PSCയുമായി ബന്ധപ്പെട്ട് വേണം എങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും.
പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും ക്ലാസ്സുകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതും കൂടി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ മാസ്റ്റർ ക്ലാസ് നടക്കുന്നുണ്ട്, ടോപ്പിക് വൈസ് ക്ലാസ് നടക്കുന്നുണ്ട്, PYQ സെഷൻ നടക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. എല്ലാം ഫോളോ ചെയ്യാൻ നോക്കുക. നല്ലത് വരും, നല്ലത് ചിന്തിച്ചാൽ.